സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല, എൻ്റെ കുറച്ച് ഹോട്ട് വീൽസ് കിട്ടിയിട്ടുണ്ട്. ഒരു 4 സെറ്റ് ഹോട്ട് വീൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഏതൊക്കെ കാർ ഇപ്പോൾ ഇരിക്കുന്നതെന്ന് ഞാൻ പറയാം. ഒരു കസ്റ്റം മെയ്ഡ് ക്യാമറോ, ഒരു പോർഷെ 911 റാലി, പിന്നെ ഒരു ഫോർഡ് റാപ്റ്റർ, പിന്നെ ഒരു ഡെലോറിയൻ ആൽഫ 5. ഇതിനകത്ത് ഈ ഫോർഡ് റാപ്റ്ററാണ് നമ്മുടെ മല്ലു ട്രാവലറിലൊക്കെ ഇരിക്കുന്നത്. സോ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഈ കസ്റ്റം മെയ്ഡ് ക്യാമറ ആണ്. സോ അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാറിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഹോട്ട് വീൽസ് മോഡിഫൈഡ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നതാണ്. ആൻഡ് ഇത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മോഡലാണ്. ഇതിന് 3 മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഡാർക്ക് ബ്ലൂ വേർഷൻ, ഒരു റെഡും, പിന്നെ ഈ വൈറ്റ് ആൻഡ് റെഡ് മോഡലും. ആൻഡ് ഇതിൻ്റെ ഡാർക്ക് ബ്ലൂ ആണ് ഏറ്റവും അടിപൊളി ഞാൻ കേട്ടത്. ഒരു മാറ്റ് ഫിനിഷിലൊക്കെ വരും. സോ പിന്നെ ഇത് ഔട്ട് ഓഫ് 10 7th വണ്ടിയാണ്. ഇതിനകത്ത് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ പറയുന്നത് നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഞാൻ ചിലർ ചെയ്യുന്ന പോലെ ഇങ്ങനെ പറിച്ചെടുക്കാറില്ല. ഞാൻ ജസ്റ്റ് മുകളിലും സൈഡിലും മാത്രം കട്ട് ചെയ്താണ് കാർ പുറത്തെടുക്കുന്നത്. ചിലർ ഇതൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ഇവിടെ കുറച്ച് ലോഷനൊക്കെ പരട്ടിയിട്ട് നേരെ ഇതിങ്ങനെ പൊളിച്ചെടുക്കും. അപ്പോൾ ഈ പ്രിൻ്റ് ഒന്നും പോകത്തില്ല. ഞാൻ ഈ പ്രിൻ്റ് പോകാതെ തന്നെ ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. സോ നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കാർ എടുത്ത് കാണിച്ചു. സോ ഇതാണ് നമ്മുടെ കാറ്. ഞാൻ ജസ്റ്റ് ക്ലോസപ്പ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ നോക്കാം. പെയിൻറ്റ് ജോബൊക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ല. പിന്നെ ഇവിടെയൊക്കെ ഇച്ചിരി പെയിൻറ്റ് ജോബിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലാതെ നോക്കുമ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മൊത്തത്തിൽ ഒരു മെറ്റൽ ബോഡിയാണ് വരുന്നത്. പിന്നെ വലിയ വെയിറ്റ് ഇല്ല. പിന്നെ ഫ്രണ്ടിലാണെങ്കിലും ഹെഡ്ലൈറ്റ്സിന് അവിടെ പെയിൻറ്റ് ജോബ് ഒന്നും കൊടുത്തിട്ടില്ല. പകരം ഫുൾ ഒരു ക്രോം ഫിനിഷാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് പെയിൻറ്റ് കൊടുക്കാൻ നന്നായെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ക്രോം ഫിനിഷ് അത്യാവശ്യം നല്ല. പിന്നെ സൈഡ് റിമ്മൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട് 2 സൈഡിലും. പിന്നെ ഇവിടെയും 2 സൈഡിലും 2 എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഇതൊരു കസ്റ്റം മെയ്ഡ് ആണല്ലോ. പിന്നെ പുറകിലും 2 സെറ്റ് സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും പുറകിലും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ഡൊമിനിക് ടൊറോട്ടോയുടെ ചലഞ്ചർ മസ്റ്റാങ്ങിൽ കൊടുത്തേക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ താഴെ ആണെങ്കിൽ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു ഹോട്ട് വീൽസിൻ്റെ ബ്രാൻഡിങ്, പിന്നെ വണ്ടിയുടെ പേര്, വണ്ടിയുടെ മെയ്ഡും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ഡെൻ്റാണ്. 2 സൈഡിലുണ്ട്. അത്യാവശ്യം സെറ്റാണ്. പിന്നെ ഇവിടെ ഒരു ക്രോം ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ അകത്തേക്ക് നോക്കുകയാണെങ്കിൽ പുറകിലത്തെയും ഫ്രണ്ടിലത്തെയും സീറ്റൊക്കെ കാണാം. പിന്നെ നമുക്ക് സ്റ്റിയറിംഗ് കാണാം. ഒരു ഗിയർ ബോക്സും സെറ്റും കാണാം. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉള്ള ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആ 4 എണ്ണത്തിൽ എനിക്ക് അത്യാവശ്യം ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാറാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം 2 ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോട്ട് വീൽസിൻ്റെ ബ്രാൻഡിങ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വീൽസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ചെറുതും ബാക്കിൽ വലുതുമാണ് കൊടുത്തേക്കുന്നത്. ആൻഡ് വലുത് മാത്രമല്ല, നല്ല വിഡ്ത്ത് ഉണ്ട്. ഈ റേസിംഗ് കാർസിന് കൊടുക്കുന്ന പോലത്തെ നല്ല വിഡ്ത്തുള്ള വീലാണ് കൊടുത്തേക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു ബി റോളും കൂടെ കാണിച്ചു തരാം. സോ ഇതാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത് നമ്മുടെ ക്യാമറ. അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ആൻഡ് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആൻഡ് നമ്മുടെ 4 വണ്ടിയിൽ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് മോഡൽ തന്നെയാണ്. കാര്യം ഇതിൻ്റെ ഡീറ്റെയിലിംഗ് കൊണ്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ കസ്റ്റമൈസ്ഡ് വേർഷൻ ആയതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള നമ്മുടെ 3 വണ്ടി ഇതാണ്. ആൻഡ് കമ്മിങ് വീഡിയോസിൽ ഇതിൻ്റെ ഒക്കെ അൺബോക്സിങ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് വണ്ടി അൺബോക്സ് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. സോ അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഇത് നമ്മുടെ കളക്ഷനിൽ നമുക്കിത് ആഡ് ചെയ്തിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നമ്മുടെ കളക്ഷനിലേക്ക് ഇത് നമ്മുടെ പുതിയ ക്യാമറ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള മോഡൽസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു വെറൈറ്റി തന്നെ. കാര്യം ഇതൊരു കസ്റ്റമൈസ്ഡ് മോഡലാണ്. ആൻഡ് നമുക്ക് അങ്ങനെ ഒരു മോഡലില്ല. ആൻഡ് വൈറ്റ് എന്ന് പറയാൻ ആകെ ഒരു ചലഞ്ചർ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇത് അടിപൊളിയാണ്.